നിങ്ങൾ ഒരു വക്കീലാവേണ്ടതായിരുന്നു. ചായക്ക് പാല് വേണ്ടാന്ന് അവനെ കൊണ്ട് തന്നെ പറയിച്ചില്ലേ? വക്കീലോ? ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ബുദ്ധി എന്റെ തന്ത എന്നോട് കാണിച്ചിരുന്നെങ്കില് ഞാനിപ്പോ ഹൈക്കോടതി ജഡ്ജിയായനെ. അനാവശ്യം പറഞ്ഞാൽ നല്ല പടവെച്ചേരി. ഞാൻ 10ാം ക്ലാസ് തോറ്റപ്പോ നാട് വിട്ട് ബോംബെക്ക് വന്ന് നിന്നോട് ആരാടാ കഴുത പറഞ്ഞേ? ഞാൻ പഠിപ്പിക്കില്ലായിരുന്നു. 10ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചേ? കൂലിപ്പണി എടുത്തിട്ടാ. അന്നൊക്കെ ഓട്ടം നടക്കില്ലായിരുന്നു അച്ഛൻ. ഞാനൊന്ന് തുള്ളിയത് കൊണ്ടാടാ നീയൊക്കെ കഞ്ഞി കുടിച്ചതും ഇന്നിങ്ങനെ ഒരു കുടുംബം ഉണ്ടായത്. ഇന്നിപ്പോ നിന്റെ ആൺമക്കൾ രണ്ടും പേടായി പോയി. അതിന്റെ തുള്ളലിന്റെ കുറ്റം. ഞാൻ പേടായതൊന്നുമല്ല, പേടായിട്ട് ജനിച്ചതാ. അങ്ങനെ ജനിക്കാനായിരുന്നു എനിക്ക് സൗകര്യം. നോക്കിക്കോ, എനിക്കൊരുത്തന്റെയും സഹായം ആവശ്യമില്ല. സർക്കാരിൽ നിന്ന് പെൻഷനൊന്നും കിട്ടിക്കോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം. മുത്തച്ഛന് പോകാൻ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതിനെന്തിനാ പെൻഷൻ? ഇല്ലേ അമ്മേ? മതി. തമാശ പറഞ്ഞു തീ പിടിക്കുന്ന ഈ സംസാരം ഒന്ന് നിർത്തണുണ്ടോ എല്ലാരും? ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ മൂത്ത കുരങ്ങനാ. നല്ലൊരു വസ്തു. ഇതാരാ? അച്ഛനാ? വാ, നമ്മുടെ അച്ഛനെ നോക്കാം. മുതലേ അച്ഛോ, എന്തായി? വീട്ടിൽ പോകണ്ടേ? എന്നെ ഇതിനകത്ത് പിണ്ടം വെച്ചിട്ട് നീ എവിടെ പോയടാ മോനെ? എങ്ങനുണ്ട്? കളി മാറി കുറുപ്പേ, കളി മാറി. താൻ എന്ത് പണിയാടോ കേശായി കാണിച്ച? പിണക്കം മാറ്റാ ഒരു രൂപ കള്ളുടുക്കാൻ പറഞ്ഞപ്പോ കുളിപ്പിച്ചോ? ഞാൻ എന്ത് ചെയ്യാനെന്നേ? അങ്ങനെ 4 തട്ടി. വാ പോവാ. നീ എന്നെ ഒന്ന് എടുക്കടാ മോനെ. നടന്നു വന്നാ മതി. എടാ, ചെറുപ്പത്തില് നിന്നെ ഞാൻ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. അതങ്ങനെ. നീ എന്തെങ്കിലും എന്നെ എടുത്തിട്ടുണ്ടോ? അത് ന്യായം. എടുത്തു കുറുപ്പേ. ഓ, വെളുക്കാൻ തേച്ച പണ്ടായി പണ്ടാരം. അന്ന് നീ എന്റെ മേൽ ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതായിട്ട് ഒഴിവാക്കേണ്ട ചേട്ടാ. ഇഷ്ടം പോലെ ഒഴിച്ചോ, നമ്മുടെ ആളല്ലേ. എടോ ഒന്ന് താങ്ങടോ. സാധനങ്ങളല്ലേ? അതിലും വലിയ സാധനം. എന്നാ പിടിച്ചോ, വണ്ടി പോട്ടെ. താഴ്ത്തിടല്ലേട്ടാ, നാളെയും വേണ്ടതാ. എന്റെ തോളത്തല്ല ഇരിക്കുന്നത്. താൻ പോ. എന്താ കുറുപ്പേട്ടന്റെ തോളില്? അതൊരു ചാക്ക അരിയ. 5000 678. നീ ആ വെള്ളം ചൂടാക്കേ. അച്ഛന്റെ മോന് ഒരുപാട് പ്രായമായി. മോനെ എടുത്തോണ്ട് കിടത്തിയത്. ഓ, എല്ലിന് ഇത്ര വെയിറ്റ് വരും. പിന്നെ സുമതിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിരുന്നു. ചന്ദ്രന്റെ മുത്തശ്ശിക്ക് നല്ല സുഖമില്ലാത്രേ. അവർക്കിപ്പോ എത്ര വയസ്സായി? ഏയ്, അധികമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ ചിങ്ങത്തില് 86 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ വളരെ ചെറുപ്പമാണല്ലോ. വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കിയേക്കാം. നമ്മുടെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെന്നില്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി. കഴിഞ്ഞ ചിങ്ങത്തിലെ 86 ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ പോയാൽ രാത്രി തന്നെ മടങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് മാറാനുള്ളതൊക്കെ എടുത്തു വെച്ചു. രാവിലെ പോവാം. ചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാതെ കിടക്കായിരുന്നു. പുലർച്ചെ ഒരു 5 മണിയായിട്ടുണ്ടാവും. മുത്തശ്ശി ഇങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചു. ഞാൻ കേട്ടോ നാരങ്ങ. ഉടനെ തന്നെ ഒരു നാരങ്ങ എടുത്ത് പൊളിച്ച് ഒരു അല്ലി എടുത്ത് വായിൽ വെച്ചു കൊടുത്തു. അതോടെ മുത്തശ്ശി. ഏതായാലും നീ നാരങ്ങയുടെ കാര്യം ആരും പറയാൻ പോകണ്ട പുറത്ത്. അതെന്ത്? ചിലപ്പോ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. നാരങ്ങ കൊടുത്താ കൊലപാതകമാവൂ? കാലം അതല്ലേ. രാഷ്ട്രീയക്കാരെങ്കിലും അറിഞ്ഞാ ഇനി കരഞ്ഞു കരഞ്ഞു വല്ല കേടും പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കേ. നന്നായി 5 മണിക്ക് ഉറങ്ങിയല്ലേ? ചന്ദ്രേട്ടനകത്തോട്ടിയല്ലേ? അപ്പൊ ഞാൻ മുത്തശ്ശി ഇങ്ങനെ കിടന്നുണ്ട്. എനിക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ കഴിയാഞ്ഞത്. ഇനി ഞാനും ചന്ദ്രേട്ടനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ കമ്മൽ അമ്മ എപ്പോഴാ വാങ്ങിയത്? അത് കുറി കിട്ടിയപ്പോ എടുത്തതാ. എന്റെ വളയൊന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അച്ഛാ, അടുത്ത തവണ ഞാൻ വീട്ടിൽ വരുമ്പോ കുറച്ചുകൂടി സ്വർണം കൂട്ടി ഈ വളയൊന്ന് മാറ്റി തരണേ. എന്റെ ഇടത്തമ്മേ, ഞങ്ങളെ ഇട്ടേച്ച് മുത്തശ്ശി പോയി. കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അയ്യേ, ഈ കണ്ടക്ടർ പണി വിളിച്ച് പറയാനാണോ ചേട്ടൻ അത്യാവശ്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞത്? അതിന് ലീവ് എടുത്ത ഒരു കണ്ടക്ടർക്ക് പകരം പോകാനായിട്ട്? ലീവ് എടുത്തവന് പകരം പോയി അങ്ങനെയല്ലടാ ഒരു ദിവസം അവിടെ പെർമനന്റ് ആവുന്നത്. നിന്റെ കയ്യിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ലേ? അതുകൊണ്ടല്ലേ ഏട്ടാ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബികോം കാരനല്ലേ. മാത്രമല്ല എനിക്ക് ഈ കാക്കി പണ്ടേ ഇഷ്ടമല്ല. കൈയെടുത്തേ. എന്നാ എന്റെ മോനൊരു കാര്യം ചെയ്യ്. ഈ കാക്കിക്ക് പകരം വെൽവെറ്റ് ആക്ക്. വെൽവെറ്റ് കണ്ടക്ടർ എന്നുള്ള പേരും കിട്ടും. ഈ കണ്ടക്ടർ ജോലിക്ക് ഡെപ്പോസിറ്റ് അടച്ച് കയറി പറ്റാൻ ആളുകൾ ക്യൂ നിൽക്കുക. ആ ബസ് ഓണറുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ സമ്മതിപ്പിച്ചത്. നിന്നെ ഓർത്തിട്ടല്ല, നിന്റെ അച്ഛന്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാ. നീ തൊഴിലില്ലാത്തവനായി നിന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാലും എനിക്കൊരു ചുക്കുമില്ലടാ. എന്നാലും അതല്ല ഏട്ടാ, ഈ പരിചയക്കാരുടെ മുമ്പിലൂടെ ബാഗും തൂക്കി വിസിലൂതി ഒരു ബികോം എന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ചെപ്പി ഒന്നും പറയണ്ട ഏട്ടാ.
ഇതെന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യം. നീ ചത്താലും ഈ നാട്ടിലൊരു പുല്ലു സംഭവിക്കില്ലടാ. ആ വകയിൽ നിന്റെ അച്ഛന് മാസം തോറും 400 രൂപയെങ്കിലും ലാഭം കിട്ടും. കുടുംബത്തോട് സ്വല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീയൊക്കെ പോയി കെട്ടിത്തൊന്നിച്ചാവടാ. എന്നാ ചേട്ടാ കണ്ടക്ടർ എങ്കിൽ കണ്ടക്ടർ, ഡ്രൈവർ എങ്കിൽ ഡ്രൈവർ. ആ ബസ് കമ്പനിയുടെ പേരെന്താന്നാ പറഞ്ഞത്? എന്താ? മാരിവിൽ ട്രാവൽസ്. ടിക്കറ്റ് ടിക്കറ്റ്. പുതിയ കണ്ടക്ടറാണ്, അതുകൊണ്ട് ടിക്കറ്റ് എല്ലാവരും ചോദിച്ചു വാങ്ങണം. ടിക്കറ്റ് ടിക്കറ്റ്. ഒരു ടൗൺ ഹാൾ. ടൗൺ ഹാളിലേക്ക് 1:20 അതെ. എനിക്ക് പരിചയമില്ലാത്തണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം കണ്ടക്ടറായിട്ട് പോകുന്നേ ഉള്ളൂ. ഞാനൊരു ബികോംകാരനാ. അത് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞെന്നേ ഉള്ളൂ. ദാ, ബാക്കി കുറിച്ചിട്ടില്ല കേട്ടോ. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. അതെ, ഒരാൾ ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മിനിമം ഒരു ടിക്കറ്റെങ്കിലും എടുത്തിരിക്കണം. പുതിയ ആളാണ്, സഹകരിക്കണേ. ടിക്കറ്റ്. സന്ധ്യ സന്ധ്യ എന്താ എത്ര രാവിലെ? എന്താ രാവിലെ തന്നെ സന്ധ്യയോ? ഇത് ആ സന്ധ്യ അല്ലേ ഏട്ടാ? ചേച്ചി ഒന്ന് മാറി. ആ പിന്നെ ഞാൻ ക്ലാസ്സിലേക്കാ. ബസ്സിലോ? കാറവിടെ? കാറിൽ പോരുമ്പോഴാണ് ഈ വേഷത്തിൽ വിനേട്ടനെ കണ്ടത്. വഴിയിലിറങ്ങി കാറ് തിരിച്ചയച്ചു. ഗുരുവായൂരപ്പനാണ് സത്യം. ഈ ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ സന്ധ്യ ഇങ്ങനെ കണ്ടുവിട്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഏതാ കണ്ടക്ടർ മോനെ ഈ കുട്ടി? എവളാണ് വല്യമ്മ എന്റെ ജീവിതത്തിലെ ഡ്രൈവർ. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട് കൊല്ലം 2 വാ, നിനക്ക് അച്ചുവേട്ടനെ പരിചയപ്പെടുത്തി തരാം. വേണ്ട. വരാൻ. അച്ചോട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ. ഇത്ര പെട്ടെന്ന് ആളെ കൈ കിട്ടിയോ? നല്ല രാശിയുള്ള ദിവസമാണല്ലോ മോനെ നീ തുടങ്ങിയത്. എവിടാ കുട്ടിയുടെ വീട്? ശ്രീകൃഷ്ണന്റെ അമ്പലത്തിന്റെ അടുത്താണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നെ ഞാനും. ആങ്ങളമാരില്ല. ആ, അത് നന്നായി. ആ, പിന്നെ അച്ഛന് ബേക്കറി ഉണ്ട്. അപ്പൊ പിന്നെ കല്യാണത്തിന് ഒരുപാട് മൈസൂർ പാകം, ലഡ്ഡും ജിലേബിയും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ, ഇനി ദിവസവും ഈ ബസ്സിൽ കയറിയാ മതി. ഞാനിത് സ്ഥിരമാകാൻ പോവാ. ആ, പോട്ടെ. റൈറ്റ്. ഇന്നത്തെ മൊത്തം കളക്ഷൻ 811. തുടക്കം മോശമല്ലെന്ന് അച്ചുവേട്ടൻ പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ ജോലി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. സ്ഥിരമാവാൻ വല്ല വഴിയും ഉണ്ടോടാ? സ്ഥിരം ആയാലും ശരി, ഇല്ലെങ്കിലും ശരി, അമ്മ നോക്കിക്കോ. ഞാൻ ആ റൂട്ടിൽ ഇനി എന്നും പോവും. ആ കണ്ടക്ടർ ലീവ് കഴിഞ്ഞ് വന്നാല് അവനെ വേറെ റൂട്ടിലോട്ട് തട്ടാൻ അച്ചുവേട്ടനൊരു കളി കളിച്ചോളും. നീയല്ലേ പറഞ്ഞ കണ്ടക്ടർ പണി നിന്റെ അന്തസ്സിന് പറ്റിയതല്ലെന്ന്. അന്തസ് നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞത് നേരാ. ഇത്രയും അന്തസ്സും മനസമാധാനവും സന്തോഷവും ഈ ജോലിക്കുണ്ടാവുന്ന ഞാനും വിചാരിച്ചില്ല അച്ഛാ. ഇവനെന്തോ കൽക്കണ്ടം കടിച്ചിട്ടുണ്ട്. അതാ ബസ്സിൽ പോവാൻ ഇത്രയും ഉത്സാഹം. അതെ, കടിച്ചിട്ടുണ്ട്. അത് കണ്ട് വെള്ളം ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ തൊലി ചുളിയുന്ന പ്രായത്തില് കൽക്കണ്ടം പോയിട്ട് ഒരു കഷ്ണം ഉപ്പ് പോലും മുത്തച്ഛന് കടിക്കാൻ കിട്ടൂല. ആ, അതെ, അച്ഛനായോണ്ട് പറയാണ്, മുത്തച്ഛനെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ഏട്ടൻ സിഗരറ്റ് വലിക്കോ? എന്താ, നിനക്ക് വേണോ? അച്ഛൻ കാണണ്ട. അച്ഛൻ കണ്ടാ കുഴപ്പമൊന്നുമില്ല, മുത്തച്ഛൻ കണ്ടാലാണ് പ്രശ്നം. ഇതിന്റെ കുറ്റി ചോദിക്കും. മുത്തച്ഛനോട് ഏട്ടന്റെ കളി മുഴുവനും. ഇന്നൊരു കൽക്കണ്ടം കടിച്ചു എന്ന് മുത്തച്ഛൻ പറഞ്ഞത് നേരാന്നാ എനിക്കും തോന്നുന്നേ. സത്യം പറ, ഏട്ടന്റെ ബേക്കറി പെൺകുട്ടി ആ വഴിക്കെങ്ങാനും വന്നോ? വന്നു. സന്ധ്യ ഇന്ന് എന്റെ ബസ്സിൽ കയറി. അങ്ങോട്ടും ഇങ്ങോട്ടും അവളോടൊപ്പം 4 ട്രിപ്പ് ഞാൻ ശരിക്കും ആഘോഷിച്ചു. അബദ്ധാവോ? എന്തോന്ന് അബദ്ധം കഴുതേ. അവൾക്ക് എന്നെയും എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളെ ഒരു ഏട്ടത്തിയമ്മയാക്കാൻ നിനക്കും ഇഷ്ടമാണല്ലോ. ഈ കണ്ടക്ടർ വേഷത്തിൽ അവരുടെ വീട്ടിലേക്ക് പെണ്ണും ചോദിച്ചെന്നാ കാണാം. ഈ കണ്ടക്ടർ വേഷം എന്തിനാണെന്നാ നീ കരുതിയത്? സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുന്നത് വരെ നിന്റെ ഏട്ടന് നിന്റെ ഭാവി ഏട്ടത്തിയമ്മയെ സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു മാർഗം. ഞാൻ സത്യം പറയാം, ഈ വിനയേട്ടനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് പറക്കാനുള്ള തേര് എന്റെ മുന്നിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി പറക്കുക വേണ്ടു. ഏത് തേര്? മാരിവിൽ ട്രാവൽസ്.